ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നൃത്തം എന്ന് നമുക്കൊരു ഉപാധിയാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കല്ലേപ്പുള്ളിയിലെ ശ്രീ നൃത്താലയത്തിലാണ്. അപ്പോൾ ഈ ശ്രീ നൃത്താലയം തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? ഇപ്പോൾ തുടങ്ങിയിട്ട് 4 ഇയർ. 4 ഇയർ. അപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെ, എത്ര പേരുണ്ട് ഇപ്പോൾ നിലവിൽ? ഇപ്പോൾ 20ഓളം കുട്ടികളുണ്ട്. അതിന് സ്കൂളിലൊക്കെ പോയി പഠിപ്പിക്കാറുണ്ട്. സ്കൂളിൽ നമ്മൾ എങ്ങനെയാണ് പോയി പഠിപ്പിക്കാറെന്ന് വെച്ചാൽ എങ്ങനെയാണ്? നമ്മളെങ്ങനെ ക്ലാസ് ആയിട്ട് പോയി എടുക്കുകയാണോ അതോ അവർക്കായിട്ട് പീരീഡ് കൊടുക്കണതാണോ? അതെ, ക്ലാസ് ആയിട്ട് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂട്ടുപാത കുപ്പിയോട് അവിടെ ഒരു സ്റ്റുഡിയോ പോയിട്ടുണ്ട്, അവിടെ ചെയ്യുന്നത്. അതെ, ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ ക്ലാസ്? നമ്മൾ രണ്ടും എടുക്കുന്നുണ്ട്. ഓഫ്ലൈനും എടുക്കുന്നുണ്ട്, ഓൺലൈനിൽ വരുന്നുണ്ട്. അപ്പോൾ അബ്രോഡുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് ഓഫ്ലൈനായിട്ട്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമാണ് കളിക്കാൻ, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കുന്ന ഡാൻസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡാൻസിലോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു? കാരണം ചെറുപ്പം മുതലേ ഓരോ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ സിറ്റുവേഷനിൽ നമുക്കധികം കളിക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഡാൻസിനോടൊരു ആഗ്രഹം കണ്ടിട്ട് അമ്മയാണ് പറഞ്ഞത്, നീ ചേർന്നു, നമുക്ക് നോക്കാം എന്താന്ന്. അങ്ങനെ കളിച്ച് കുറേ സ്റ്റേജുകളിലൊക്കെ കയറി കുറച്ച് അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. രഹിതയുടെ ക്ലാസ്സിൽ ശ്രീ നൃത്താലയത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കൊല്ലം ഇപ്പോൾ കുട്ടികളോട് പഠിക്കാൻ? ഞാനിപ്പോൾ ചേർത്തിയതേ ഉള്ളൂ. അംഗനവാടിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ചേർത്തിയുള്ളൂ. അവൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ടി വിയിലൊക്കെ കാണുമ്പോൾ കളിക്കാറൊക്കെ ഉണ്ട്. അത് കാരണം ഞാൻ രഹിത ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ചേർത്തി.